സാധാരണയായിട്ട് ഒരു ഇന്റർവ്യൂവിന് വളരെ ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ടു അസ്? ഇന്റർവ്യൂ അവസാനിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് ഇത്തരം ഒരു ചോദ്യം ചോദിക്കുക. ഇത് കാൻഡിഡേറ്റിന്റെ എന്തൂസിയാസം, ഇൻട്രസ്റ്റ്, ആ പർട്ടിക്കുലർ റോളിലേക്കുള്ള അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂവേഴ്സ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ചില കാൻഡിഡേറ്റ്സ് ഈ ഒരു ചോദ്യത്തിന്റെ ഉദ്ദേശം കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അബദ്ധത്തിൽ ചെന്ന് ചാടാറ്. അവർ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ അവരുടെ ബെനിഫിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ലൈക്ക് ഹോളിഡേയ്സ്, സാലറി ഹൈക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ വളരെ സെൽഫ് സെന്റേർഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ബെനിഫിറ്റ്സിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ന ഒരു ധാരണ ഒരുപക്ഷെ നമുക്ക് ഒരു അവസരം നഷ്ടപ്പെടാനും അത് കാരണമായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ഒരു ഡു ഓർ ഡൈ ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് ഇതിന് നിങ്ങൾ കൃത്യമായ ആൻസർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറിച്ച് വാട്ട് ആർ ദ ബിഗസ്റ്റ് ചലഞ്ചസ് ദാറ്റ് സംവൺ വിൽ ഹാവ് ഇൻ ദിസ് പൊസിഷൻ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അതല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ഡിസ്ക്രൈബ് എ ടിപ്പിക്കൽ വീക്ക് ഇൻ ദിസ് റോൾ ഫോർ ദ നെക്സ്റ്റ് 90 days, അല്ലെങ്കിൽ ഹൗ ഇസ് ദ പെർഫോമൻസ് ഇസ് മെഷേർഡ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ കാൻഡിഡേറ്റ്സിക്ക് കുറച്ചുകൂടി വാലിഡിറ്റി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതുപോലുള്ള ഒരു 10 നല്ല ചോദ്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ ഇത് വളരെ സഹായകമാകുന്നതായിരിക്കും. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനെ ഇത് അയച്ചു കൊടുക്കും.